സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് പല രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നടന്ന ഭീകരാക്രമണം പോലും ഇത്രയും ഭയാനകമല്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. കാരണം അത് മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ള ആൾക്കാർ ഇതെന്താ അവസ്ഥ? ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന രക്തബന്ധങ്ങൾ, അതായത് അമ്മയും മകനും ഒക്കെ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം നമിച്ചു. ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത്, എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണമെന്ന്. ആക്ച്വലി ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. ഞങ്ങളിപ്പോൾ 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. 1.5 മാസമായിട്ട് പുറത്താണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ നാട്ടുകാർ ആ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് അവിടെ കൂടിയിരിക്കുന്ന സമയത്ത് നിൻ്റെ കൂടെയുള്ള ഈ ഒരു പെൺകുട്ടി അവരോട് സംസാരിക്കുന്നത്, നീ എന്താടാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ പൊന്നു മോനെ, നിൻ്റെ വലിയ ഭാഗ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പുറത്താണെന്നല്ലേ പറഞ്ഞേ, നീ ഹോസ്പിറ്റലിലാവാത്തത് നിൻ്റെ വലിയ ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ആ നാട്ടുകാർ നിന്നോട് കാണിച്ച വലിയ കാരുണ്യം എന്ന് വേണം പറയാൻ. കാരണം അത്രയോ ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്താടാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ നാട്ടുകാരെ സമ്മതിച്ചേ പറ്റൂ. കാരണം അവർ അത്രയും ക്ഷമയുള്ള ആൾക്കാരായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പുറത്തല്ല, നീ ഹോസ്പിറ്റലായേനെ. സത്യം പറയാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ 7-ാം മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിക്കാനോ? ഏതായാലും അതിനെക്കുറിച്ച് നമുക്കറിയില്ല, കണ്ടു നോക്കാം. പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അച്ഛൻ പൈസ വെച്ച് ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞ ദിവസം രാത്രി അമ്മ അത് ഫ്രീ ആയിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവൻ എന്തുവാടാ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ആ കുട്ടിയെ ഗ്രീൻ ഹൗസിലേക്ക് ക്ഷണിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പഠിക്കാണ്ട് ഒന്നും ചെയ്യാണ്ടിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന എന്ത് ഊളയാടാ നീ ഊളയാ. നിന്നെ എന്നാ വിളിക്കേണ്ട സത്യം പറഞ്ഞാല്? ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. അല്ല, ആ കുടുംബത്തിലൊരു മൂത്ത കുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇളയ ആൾക്കാരാ നമ്മൾ കെയർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ കടമയാണത്. ആ ഒരു കാര്യം വെച്ച് നമുക്ക് ആരെ മുന്നിലും നമുക്ക് പൊങ്ങച്ചം പറയാൻ പറ്റില്ല. നമ്മളാണ് മൂത്ത കുട്ടിയെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇളയ കുട്ടീനെ നമ്മൾ കെയർ ചെയ്തോളണം. പ്രത്യേകിച്ച് പെൺകുട്ടിയാകുന്ന സമയത്ത് നമ്മളത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അത് ഓരോ ഏട്ടന്മാരുടെയും കടമയാണ്. നീ ഉദ്ദേശിക്കുന്ന പോലെ അത് ആൾക്കാരുടെ മുന്നിൽ പൊങ്ങച്ചം പറയാനുള്ളൊരു സംഭവമൊന്നും അല്ല അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഏട്ടനാണ് കുണാപ്പനാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ഏട്ടനാവുന്നുള്ളൂ അവിടെ. അല്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട പേര് പറയായിരിക്കും. എന്തുവാടേ ഇത് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എൻ്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് നീയല്ല, ഫാദർ ആയിരിക്കും രക്ഷപ്പെട്ടത്. കാരണം ഒന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പോയി കിടക്കേണ്ടി വരും അകത്ത്. അതുകൊണ്ട് ഫാദറാണ് രക്ഷപ്പെട്ടത്, നീയല്ല. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാൻ. നാട്ടുകാരെ വിളിക്കുന്നുണ്ടോ ഗുണ്ടന്മാരും കുണ്ടികളും? എടാ, നാട്ടുകാർ പാവമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പഞ്ഞിക്കിടേണ്ട കേസുണ്ട് അവിടെ. നീ അവരോട് സംസാരിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറിയെന്നും കൃത്യമായിട്ട് വീഡിയോയിലുണ്ട്. നിൻ്റെ നാട്ടുകാർക്ക് ബിഗ് സല്യൂട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നിന്നെ പഞ്ഞിക്കിടാണ്ട് വിട്ടല്ലോ. നീ ഇപ്പം പുറത്താണെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീ പുറത്ത് നിൽക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടായത് നിൻ്റെ നാട്ടുകാരാണ്. അതിൽ നീ അവരോട് നന്ദി പറയാൻ വേണ്ടത്. കാരണം നിന്നെ പഞ്ഞിക്കിടാണ്ട് ഒഴിവാക്കിയതിൽ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ആരുമില്ലെങ്കിലും ആരോഗ്യമുണ്ടല്ലോ.
അതിന് നീ നാട്ടുകാരോട് നന്ദി പറ. കാരണം പഞ്ഞിക്കിടാണ്ട് അവിടെ നിന്ന് നിന്നെ വിട്ടു. നിന്റെ ഭാഗത്ത് നിന്ന് അത്ര നല്ല ഭാഷയാണല്ലോ, അല്ലെങ്കിൽ നീ അവരോട് പറയുന്ന ഓരോ സംസാരവും വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട്. നാട്ടുകാരെയൊക്കെ ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് എടാ പോടാന്നുള്ള സംസ്കാരത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം നിന്റെ വലിയ ഭാഗ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഷോയപ്പ് നിർത്തി തൽക്കാലം സ്ഥലം വിടാൻ നോക്ക്. വീട്ടുകാരെ ഇറക്കി വിട്ടതാണ്, പക്ഷേ നമ്മളത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ വീഡിയോ. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളൊരു ടൂൾ സോഷ്യൽ മീഡിയ ആണ്. അല്ലാതെ ആൾബലോ അവരുടെ പോലെ ആൾബലോ നാട്ടുകാരുടെ ബലോ പാർട്ടിക്കാരുടെ ബലോ ഒന്നുമില്ല. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും അല്ല പറയുന്നത്. എന്താ ഗുണ്ടിച്ചി ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടച്ചി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവിടെ നിന്നെ അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. ഇപ്പം നിനക്കത് മനസ്സിലാവാത്തത് ആടെയുള്ള ഏട്ടന്മാർ വളരെ മാന്യമായിട്ടുള്ള ആൾക്കാരാണ്. ഒരു പ്രശ്നം വന്ന സമയത്ത് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം നടന്നു, ഞങ്ങളുടെ അയൽവക്കക്കാരാണ് എന്നുള്ളൊരു കാര്യത്തിന് അവിടെ ഇറങ്ങി പുറപ്പെട്ട ഏട്ടന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരെ നീ വിളിക്കുന്നത് ഗുണ്ടകൾ എന്നാണ്. അപ്പം നീ യഥാർത്ഥ ഗുണ്ടകളെ കണ്ടാൽ നീ എന്താ പറയുക? ഇതിൻ്റെ അകത്ത് ആരാണ് ഗുണ്ടകളെന്ന് നാട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പൊന്നു മോനെ, നിന്നെ വിളിക്കാൻ വന്നവനെ ഞാൻ പിന്നെ എന്നാ വിളിക്കേണ്ടതവളെ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിന്നെ ഓടിക്കാൻ വന്നവനെ വേറെ എന്ത് പറയണമെന്ന്? എന്തുകൊണ്ടാണ് ഓടിക്കാൻ വന്നത്? അവർ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്തത് നിന്റെ കൂടെ ഇരിക്കുന്ന ആൾ തന്നെയാണ്. എടാ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ആ ഏട്ടനോട് ചോദിച്ചത്. നിങ്ങളെക്കാൾ പ്രായമുണ്ട് എന്നുള്ള കാര്യം ആദ്യം പരിഗണിക്കണം. പിന്നെ സംസ്കാരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് എന്താ ഇത്ര കുഴപ്പം? വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന്. അതുകൊണ്ടല്ലേ അവരുടെ മെക്കെട്ട് കയറാൻ പോയേ. ആ ഒരു സംഭവത്തിൽ പോലും നാട്ടുകാരെ നിങ്ങളെ കൈകാര്യം ചെയ്യാത്തത് നിങ്ങളുടെ വലിയ ഭാഗ്യം തന്നെയാണ്. മഹാഭാഗ്യം എന്ന് തന്നെ ചിന്തിച്ചോ സത്യം പറഞ്ഞാൽ. എന്നിട്ട് അവനെ വിളിക്കുന്ന പേര് ഗുണ്ടകളെന്ന്, അങ്ങനെ ഞാൻ വിളിക്കുള്ളൂ എന്ന്. നിന്നെ എന്ത് വിളിക്കണം അപ്പോൾ? അത് നീ പറ ആദ്യം. പിന്നെ ഈ നാട്ടുകാർ ഭയങ്കര മാന്യരാണെന്നൊക്കെ എൻ്റെ അനിയത്തി പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ വണ്ടിക്ക് അകത്തോട്ട് പുറകിലെ അല്ല ഈ സൈഡിലെ പുറകിലെ ഡോറ് വലിച്ച് തുറന്നിട്ട് വണ്ടിക്ക് അകത്തോട്ട് ഓരോരുത്തരൊക്കെ കൈയിടുന്നതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ പുറത്താക്കാം. അവൻ്റെ വായിൽ നിന്ന് വന്ന നല്ല ശുദ്ധമായിട്ടുള്ള തെറികളും ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാര്, നല്ലവരായ നാട്ടുകാര്. അപ്പൊ ആ നാട്ടുകാരവിടെ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു നിന്റെ അവസ്ഥ. പോലീസ് കേസ് നിന്നവരെ വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞ? ഒരാളെ തെറി വിളിക്കാന്ന് പറഞ്ഞാൽ നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. ഒരാളെ തെറി പറയുന്നത് നോൺ വെയിലബിൾ ഒഫൻസ് ആണെന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോൻ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഗുണ്ടകളും ഗുണ്ടച്ചികൾ എന്നൊക്കെ പറഞ്ഞതോ അതൊരു ചീത്തയല്ലേ? മാന്യമായിട്ട് നിന്റെ നാട്ടിലുള്ള നിന്റെ അയൽവാസികളാണ് അവരെ ഗുണ്ടയെന്ന് ചിത്രീകരിച്ച് ഗുണ്ടച്ചികളും ഗുണ്ടകളും, അപ്പോൾ അത് ചീത്തയല്ലേ? നിന്റെ വീട്ടിൻ്റെ അയൽവക്കക്കാരാണ് അവരെ ഗുണ്ടയെന്ന് വിളിക്കുന്നതും നീ പറഞ്ഞ നോൺ വെയിലബിൾ ഒഫൻസിൽ പെടൂലേ മോനെ? അല്ല നീ മാത്രം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണോ ഇത്? കേട്ടി കാണിച്ചു തരാം, അകത്താക്കി കാണിച്ചു തരാം മോനെ. അകത്താക്കി കാണിച്ചു തരാന്നൊക്കെ പറയുന്നത് വെറും ഷോയപ്പ് മാത്രമാണ്. നാട്ടുകാരെ നീ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. അവർ വിചാരിച്ചാൽ നിന്നെ വളരെ നിഷ്പ്രയാസമായിട്ട് അകത്താക്കാൻ പറ്റും. അതുകൊണ്ട് മോനെ അത് വിട്. ഇപ്പം പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിയൊക്കെ കള്ളക്കേസൊക്കെ കൊടുത്തു, തൂക്കാൻ നോക്കി. പോലീസുകാരൻ്റെ അടി കിട്ടുന്ന വിചാരിച്ചത്. പക്ഷെ അടി കിട്ടേണ്ട വകുപ്പ് കയ്യിലുണ്ടെന്ന് അവനറിയാം. പക്ഷെ പോലീസ് തന്നെ തല്ലിയില്ലെങ്കിൽ കുഴപ്പമില്ല മോനെ. അതിനേക്കാൾ വലിയ മഹത്തായ ഭാഗ്യം നിന്റെ നാട്ടുകാരെടുക്കുന്നത് നിനക്ക് കിട്ടാതിരുന്നതാണ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. അത് നീ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു സാറേ, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മാറിപ്പോയി എന്നാണ് പറയുന്നത്. അനിയത്തിക്ക് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ബാക്കി അവളുടെ ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ അമ്മയ്ക്ക് അമ്മയും അറിഞ്ഞുകൂടാത്തവനായി, ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും മാറിപ്പോയവനായി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരന് കുറച്ചുകൂടെ കാര്യം കിട്ടി. അതെ, അവർക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായി. കാരണം നിന്നെ തല്ലിയിട്ടോ അല്ലെങ്കിൽ നിന്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ടോ ഒരു കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെയാണ് അട്ടയെ പിടിച്ച് മെത്തയെ കടത്തിയാൽ കിടക്കില്ലല്ലോ, അത് അവർക്ക് കൃത്യമായി മനസ്സിലായി കാണും. അവിടെ വെച്ച് പോലീസുകാരന് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തത്. ലോൺ എടുത്തിട്ട് അതൊരു കാര്യം, തിരിച്ചു കൊടുക്കാനായിട്ട് അതിന്റെ തൊട്ട് തലേ ദിവസം ഞാനും ഇവനും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടെ പോയായിരുന്നു. പോയ ദിവസം അവര് സ്വർണം വാങ്ങിച്ചില്ല, മാത്രമല്ല ഞങ്ങളെ പുറത്തിറക്കി വാതില് പൂട്ടി.
എന്നിട്ടാണ് നമ്മൾ ഓടിച്ചു വിട്ടത്. എന്നിട്ട് പിറ്റേ ദിവസം കംപ്ലൈന്റ് കൊടുത്തു, സ്വർണം തന്നില്ല, അതുപോലെ തന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞു. അതെ, അങ്ങനെ നമ്മൾ അവിടെ വെച്ച് തന്നെ പോലീസുകാർക്ക് കറക്റ്റ് കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തു. അതുപോലെ എന്റെ 2.5 ലക്ഷം രൂപ ഫ്രീ ആക്കാനായിട്ട് വീടിന് ഞാൻ ഇട്ടേക്കുന്ന എന്റെ 1.36 ഇവളുടെ. ഇതിന്റെ അകത്ത് പൈസ പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ എന്താ പറയാ, അത്ര വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. 2.5 ലക്ഷം രൂപ, അതാണ് നമ്മൾ ഫാമിലിയിൽ കണക്ക് പറയുന്നത്. ആരോടാ? അമ്മയോട്. 2 ലക്ഷം രൂപ, കോടിക്കണക്കിന് രൂപ കണക്കുണ്ടായാൽ പോലും സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മമാരോട് കണക്ക് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മമാരോട് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം പോലും ഇവനില്ല. 2.5 ലക്ഷം രൂപക്ക് വേണ്ടിയിട്ടാണ് ഈ അടിയും കുഴപ്പമൊക്കെ. എടാ, 2.5 ലക്ഷം രൂപയ്ക്ക് നിനക്ക് എന്ത് വാങ്ങാൻ പറ്റും നാട്ടിൽ? എന്ത് വാങ്ങാൻ പറ്റും ഇന്നത്തെ കാലത്ത്? ഇത് 2025 ഈ 2.5 ലക്ഷം രൂപക്ക് നിനക്ക് എന്താണ് വാങ്ങാൻ പറ്റുക? വീട്ടിലെ 1.14 കൂടെ ഫ്രീ ആക്കാനായിട്ട് ഇത് വിറ്റോ, അതായത് 2.5 ലക്ഷത്തിനുള്ള സാധനം വിറ്റിട്ട് ബാക്കി കൊടുത്താൽ മതി എന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച്, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മച്ചി ഒച്ചയുണ്ടാക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെ വിളിച്ചു കൂട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവാം. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നിന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോ നിരന്തരമായിട്ട് കാണുന്നുണ്ട്, നമ്മൾ അതിക്രമങ്ങളും കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യങ്ങളിൽ നാട്ടുകാരുടെ സപ്പോർട്ട് വേണമെന്ന് തോന്നി അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. എൻ്റെ നാട്ടുകാരൊക്കെ കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഭാഗം അവർക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടാകുക. ആ ഒരു കാര്യം അവർ കൃത്യമായി മനസ്സിലാക്കി നാട്ടുകാരെ വിളിച്ചു എന്നേ ഉള്ളൂ. നാട്ടുകാർ അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സേഫ്റ്റി കിട്ടിയതെന്നാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. സാഹചര്യമൊക്കെ ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇന്ന് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിത് ഇപ്പം പറയാൻ സമയമില്ല, ഇങ്ങനെ പിന്നെ പറയും. ഇങ്ങനെ ഭയങ്കര ബിസി മാനാ, അതാണല്ലോ ബാക്കിയുള്ള ആൾക്കാർക്ക് ജോലി. നീ വായിട്ട് അലക്കുന്നത് കേട്ടോണ്ടിരിക്കില്ല അല്ലേ? എൻ്റെ പൊന്നോ, നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും നമുക്ക് തന്നെ. പണ്ട് കൂട്ടുകുടുംബമായി നമ്മൾ താമസിച്ചിരുന്ന സമയം, മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ പറയുന്ന പോലും നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെയൊക്കെ ജനറേഷനിൽ സത്യം പറഞ്ഞാൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു അനുജൻ, 4 ആൾക്കാർ ഒരു ഫാമിലി, അല്ലെങ്കിൽ 5 ആൾക്കാർ ഒരു ഫാമിലി. ഇങ്ങനെ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്വാർത്ഥത തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനെ ഇത്രത്തോളം മോശമാക്കിയതെന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട റോള് പൈസ, സ്വത്ത് എന്നുള്ള കാര്യം തന്നെയാണ്. എന്ന് നന്നാവും നമ്മുടെ നാട്. ഏതായാലും നമ്മുടെ ഫാമിലീസിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരിൽ ഒരാൾക്കാർക്കും തന്നെ അവരുടെ ഫാമിലീസിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും വരരുതേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.